ഫെലിക്സ്, ഈ തിരച്ചിലിന്റെ വിവരങ്ങൾ കരയിലേക്ക് എത്തുന്നുണ്ടോ? അവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ, എന്തെങ്കിലും പുതിയ പോസിറ്റീവായ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടോ? രതീഷ്, ഇപ്പോൾ മുങ്ങൽ വിദഗ്ധനായ ഈ നേവിയുടെ ഭാഗമായുള്ള മുങ്ങൽ വിദഗ്ധന്റെ കയ്യിൽ എന്തോ ഒരു ഉപകരണം കിട്ടിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന മുങ്ങി അദ്ദേഹം തിരികെ കയറി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഒരു ഉപകരണമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് എന്ത് ഉപകരണമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തോ ഒരു ഉപകരണം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇവിടെ നിന്നും കരയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് ലോറിയുടെ ഭാഗമാണോ എന്തിന്റെ ഭാഗമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ പരിശോധന നടത്തിയ സമയത്ത് ഈ പറയുന്ന ഈശ്വർ മാൽപ്പയ്ക്ക് ഇങ്ങനെ ഒരു ഉപകരണം കിട്ടിയിരുന്നു. പക്ഷെ അത് ലോറിയുടെ ഭാഗമല്ല, അത് ട്രക്കിന്റെ ഭാഗമാണ്, അതായത് വേറൊരു ടാങ്കർ ലോറിയുടെ ഭാഗമാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന നേവി അംഗത്തിന് മുങ്ങൽ വിദഗ്ധരായ നേവിയുടെ ഭാഗമായ മുങ്ങൽ വിദഗ്ധരായ ഒരാൾക്ക് ഇപ്പോൾ ഒരു ഉപകരണം കിട്ടിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ദൂരക്കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് എന്താണെന്നോ ഒന്നുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ള പരിശോധന, നേവിയുടെ ഭാഗത്തു നിന്നുമുള്ള പരിശോധന ഒരു വശത്ത് തുടരുന്നു. അതെന്താണ്, ആ ഉപകരണം എന്താണെന്ന് ഏതായാലും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ലോറിയുടെ ഭാഗമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് വ്യക്തമല്ല. അവർ അത് പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു കമ്പി പോലെ എന്തോ ആണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് നമുക്ക് ഈ ദൂരക്കാഴ്ചയിൽ നിന്നും അത് എന്ത് ഉപകരണമാണ് എന്ന് അറിയില്ല. ഒരു കമ്പി പോലെ ഒരു ഉപകരണമാണ് ഇപ്പോൾ അവർക്ക് ഈ പറയുന്ന നേവി സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. നേവി സംഘത്തിന് ലഭിച്ച ആ ഉപകരണം അത് അവർ ആ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ വശം അവരത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് ഉപകരണം കിട്ടിയിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. 2 എണ്ണം കിട്ടിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. പക്ഷെ അത് എന്താണെന്ന കാര്യത്തിൽ ഏതായാലും ഇപ്പോൾ വ്യക്തതയില്ല. അത് നേവി ഇവിടെ തിരിച്ചെത്തിയ ശേഷം മാത്രമായിരിക്കും അതും എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. നേരത്തെ മാൽപ്പിയുടെ കൈവശവും ഇത്തരം ഒരു ഉപകരണം ലഭിച്ചിരുന്നു. ആ ഉപകരണം നമുക്കറിയാം അത് ടാങ്കർ ലോറിയുടേതാണ് എന്നതാണ് മനാഫ് ട്രക്ക് ഉടമ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അത് അല്ല, ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഈ നേവിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ അവരെടുത്ത് മാറ്റുന്നുണ്ട്. അവർക്ക് ഒന്നിലേറെ ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതെന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നല്ല നീളം ഉണ്ട്, അതായത് വലിയ നീളമുള്ള കമ്പികൾ പോലെയുള്ള ഒന്നാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു പക്ഷേ ലോറിയുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട്. ആ ഉപകരണത്തിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇപ്പോൾ അവർ പരിശോധന നടത്തുകയാണ്. ആ ഫോട്ടോ എടുത്ത് എനിക്ക് തോന്നുന്നു ലോറി ഡ്രൈവർക്കടക്കം അയച്ചു കൊടുത്തുകൊണ്ട് ഉള്ള പരിശോധനയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തോതിൽ ദൗത്യം മുന്നോട്ട് പോകുന്നു. നേവിയുടെ ഉദ്യോഗസ്ഥൻ 10 മിനിറ്റിലധികം നേരം, മുങ്ങൽ വിദഗ്ധൻ 10 മിനിറ്റിലധികം നേരം അടിത്തട്ടിൽ പോയി വലിയ തോതിൽ തിരച്ചിൽ നടത്തി അതിനുശേഷം ലഭിച്ച ലോകഭാഗങ്ങളൊക്കെ കരയിലേക്ക് ഈ ബോട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് പരിശോധിക്കുകയാണ്. അർജുന്റെ ലോറിയുടെ ഭാഗമാണോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്.